പെർഫെക്റ്റ് വൈഫ് സിൻഡ്രം. ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഭർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതൊരിക്കലും നമുക്ക് തന്നെ ഒരു ഭാരമായി തീരരുത്. ഹേ, ആർ യു എ പെർഫെക്റ്റ് വൈഫ്? നോ നോ നോ, ഐ എം ട്രൈങ് ടു ബി വൺ അമംഗ് ദം. ഞാനൊരു സ്ത്രീയെ പറ്റി പറയാം കേട്ടോ. നിങ്ങളാണോ ഇതെന്ന് ഒന്ന് പറയണേ. ഭർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്നു. ഭർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ശരീര സൗന്ദര്യം കൂട്ടുന്നു, ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നു, വിളിച്ചാൽ അങ്ങ് ഓടി വെളിപ്പുറത്തെത്തുന്നു. വീട്ടിലെ A to Z കാര്യങ്ങൾ താൻ തന്നെ ചെയ്യണം എന്നാണ് ആളുടെ ചിന്ത. നന്നായി പാചകം ചെയ്യാൻ അറിയില്ല, വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുറ്റബോധം തോന്നും. അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം ഭർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നു. അദ്ദേഹം നോ പറഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്കേ പോകില്ല. എന്തിന്? സ്വന്തം വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ എവിടെയൊക്കെയോ മറന്നു പോകുന്നു. പണ്ടൊക്കെ സിനിമകളിൽ കണ്ടറിഞ്ഞതും അല്ലെങ്കിൽ എവിടെയോ വായിച്ച് മറന്നതുമായ സ്ത്രീ രൂപങ്ങളാകാനാണ് നമ്മളൊക്കെ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയെ പോലെ അല്ലേ? നമ്മളൊക്കെ തന്നെയാണ് ആ സ്ത്രീ അല്ലേ? ഇതിലൊരു തെറ്റുമില്ല കേട്ടോ. കഴിയുന്നത് പോലെ നല്ലൊരു ഭാര്യയാകാൻ ശ്രമിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. അതൊരിക്കലും നമുക്ക് തന്നെ ഒരു ഭാരമായി തീരരുത്. പെർഫെക്റ്റ് വൈഫ് സിൻഡ്രം എന്ന് പറയുന്നത് വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ ഒരു മത്സര ഓട്ടമാണ്. ഈ ഒരു മാനസികാവസ്ഥ കൊണ്ട് നമ്മൾക്ക് മാനസികമായിട്ടും വൈകാരികമായിട്ടും എന്തിന് ശാരീരികമായിട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ലോ സെൽഫ് എസ്റ്റീം, തന്നോട് തന്നെ യാതൊരു ബഹുമാനവും ഇല്ലാത്ത അവസ്ഥ, നെഗറ്റീവ് ബിലീവേഴ്സ്, പെട്ടെന്ന് അസ്വസ്ഥരാകുക, സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ച് കളയുക, ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി, ഹെഡ് ഏക്ക്, ഗട്ട് ഇഷ്യൂസ്. ചില സ്ത്രീകൾക്ക് എപ്പോഴും വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുപോലെ പീരീഡ്സിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇതൊക്കെ കോമൺ ആണ് ഇവരിൽ. അതുകൊണ്ട് സ്വയം തിരിച്ചറിഞ്ഞ് അവനവന് വേണ്ടിയും കൂടെ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സോ റെസ്പെക്റ്റ് യുവർ സെൽഫ്, ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്.